നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ണിടിഞ്ഞ് ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തി. ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘമാണ് കുറച്ചു മുമ്പ് ശിരൂരിലെത്തിയത്. തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തും ഉള്ളവരാണ് ഇവർ. പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു. നേവിയുടെ സ്കൂബ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ പുതിയ സംവിധാനമായ പെൻഡൂൺ സ്ഥാപിച്ച നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങാനുള്ള നീക്കവും ഇന്ന് നടന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് മാറിയത്. അർജുൻ ലോറിക്കകത്തുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് 6 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ്. മത്സ്യത്തൊഴിലാളികളായ 8 അംഗ സംഘമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. ഈശ്വൽ മാൽപ്പെ എന്ന സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘമാണിവർ. ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തും ഉള്ളവരാണിവർ. ലോറിയുടെ സിഗ്നൽ ലഭിച്ച സ്ഥാനത്ത് പ്രത്യേക രീതിയിൽ നങ്കൂരമിടും. ഇതിൽ പിടിച്ചുപോയി വെള്ളത്തിൽ തെരച്ചിൽ നടത്താനാണ് ശ്രമം. 1000-ലധികം മൃതദേഹങ്ങൾ മുങ്ങി എടുത്തിട്ടുള്ള പരിചയ സമ്പത്ത് ഇവർക്കുണ്ട്. സമാന സാഹചര്യത്തിൽ മുൻപും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഈശ്വർ മാൽപ്പ പറഞ്ഞു. അർജുനെ കണ്ടെത്തും വരെ തെരച്ചിൽ നടത്തും. അർജുനെ ഇന്നോ നാളെയോ കണ്ടെത്തുമെന്ന് ഉറച്ച വിശ്വാസമാണ് ഇവർക്ക്. ഫൈബർ ചങ്ങാടത്തിൽ നിന്ന് തൊഴിലാളികളെ പുഴയിലിറക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 3 ബോട്ടുകളിലായി പോയി നങ്കൂരമിട്ട് പരിശോധിക്കുമെന്ന് ഈശ്വർ മാൽപ്പെ പ്രതികരിച്ചു. ശിരൂരിലേത് ശ്രമകരമായ ദൗത്യമാണെന്നും ഈശ്വർ മാൽപ്പെ വ്യക്തമാക്കി. അല്പസമയത്തിനകം പുഴയിലിറങ്ങി പരിശോധന നടത്തും. അടിയൊഴുക്കിനൊപ്പം ചെളിയും മൂടി നിൽക്കുന്നത് വെല്ലുവിളിയെന്നും ഈശ്വർ മാൽപ്പെ പറഞ്ഞു. മഴ കുറഞ്ഞെങ്കിലും പുഴയിലെ ശക്തമായ അടിയൊഴുക്കാണ് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. നദിയിലെ മൺകൂനയിൽ 3 മീറ്റർ താഴ്ചയിലാണ് വാഹനമെന്നാണ് നിഗമനം. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാണ്. അർജുനെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം 12ാം ദിവസത്തിലേക്ക് കടന്നതോടെ കേരളത്തിൽ നിന്നും കൂടുതൽ MLA-മാർ ശിരൂരിലെത്തി. കല്യാശ്ശേരി MLA M. വിജിൻ സ്ഥലത്തെത്തി. അതിനിടെ അർജുന കുടുംബത്തിനൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെന്നും ഇനിയും ഉണ്ടാകുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. അതിനു വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ശിരൂരിൽ കാലാവസ്ഥ പ്രതികൂലമാണ്. പ്രതീക്ഷ കൈവിടേണ്ട ഘട്ടമായെന്ന് തോന്നുന്നില്ല. പരിമിതിയിൽ നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. അർജുന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഉൾപ്പെടെ 3 പേർക്ക് ഇന്നു മുതൽ പോകാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള പാസ് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ശിരൂരിൽ തിരച്ചിലിന് കൂടുതൽ ഡൈവർമാരെ നിയോഗിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സത്തേൺ ഈസ്റ്റേൺ നാവിക കമാൻഡുകളിൽ നിന്ന് കൂടുതൽ ഡൈവർമാരെ നിയോഗിക്കണം. തിരച്ചിലിന് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾ വിന്യസിക്കണമെന്നും ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി കത്തയക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.